അഡ്വക്കേറ്റ് സേനാപതി വേണു അങ്ങ് തന്നെ പറഞ്ഞു തരൂരിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന്. പക്ഷേ നോക്കൂ, തിരുവനന്തപുരത്ത് എത്രയോ വർഷങ്ങളായി ശശി തരൂർ എം പിയാണ്. തരൂർ കോൺഗ്രസ്സുകാരനായ എം പിയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വോട്ട് ചോദിച്ച് ജയിച്ചു വരുന്ന ആളാണ്. ഇവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലാത്തത് തരൂരിന് ഉറക്കെ പറയാനാകുന്നത്? അതായത് ഈ കോൺഗ്രസും തരൂരും വേറെ വേറെയാണോ? കൃഷ്ണരാജെ, ഒരാള് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അയാളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് മുഴുവനായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അഭിപ്രായമല്ല. പാർട്ടി ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് എല്ലാ പാർട്ടിക്കാരുടെയും അഭിപ്രായമാണ്. പക്ഷെ അദ്ദേഹം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം തരണമല്ലോ. ഇവിടെ ഇപ്പോ അതാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്. എന്താണ് ഞാൻ പറഞ്ഞതിലെ തെറ്റ്, അത് ചൂണ്ടിക്കാണിച്ച് തരൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നു. എം ഹസൻ പറയുന്നു മാറ്റി നിർത്തണമെന്ന് പറയുന്നു, ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. കൃത്യമായ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം. അല്ല, 46% വളർച്ച ആഗോളതലത്തിൽ നടക്കുമ്പോൾ കേരള റെക്കോർഡഡ് എ സ്റ്റാഗറിംഗ് 254% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, എന്താ പറഞ്ഞ ഫിനോമിനൽ ഫീറ്റ്. അപ്പം ഇത് കേൾക്കുമ്പോ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, നമ്മൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ജീവിച്ചുകൊണ്ട് കേരളത്തെക്കുറിച്ച് പഠിക്കുമല്ലോ. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരു ഗ്രോത്ത് ഉള്ള കേരളത്തിലാണെങ്കിൽ ഇന്നിപ്പോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണല്ലോ. അപ്പൊ ഇത്രയും ഗ്രോത്തും സംരംഭവും ഉള്ള ഒരു കേരളത്തിലാണ് എങ്കിൽ ആ പാവങ്ങളൊന്നും ഈ സമരരംഗത്തേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ ശശി തരൂരിന്റെ ലേഖനത്തിൽ മൊത്തത്തിൽ അതിനകത്ത് അദ്ദേഹം അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, there is a perception that this attitude only holds when they are in government and that they will return to their bad old ways if they lose the next state election in 2026. അപ്പൊ അദ്ദേഹം ഒരു പ്രിഡിക്ഷൻ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇപ്പോ ഇവരിങ്ങനെ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യവസായ സംരംഭത്തിന് അല്ലെങ്കിൽ വ്യവസായത്തിന് അനുഗുണമായ ഒരു നാടാണ് എന്ന് പറയുന്നത്. അവർക്ക് ഭരണം എപ്പോൾ നഷ്ടപ്പെടുന്നോ പഴയ സ്വഭാവത്തിലേക്ക് അവർ പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ ഈ ലേഖനത്തെ മൊത്തത്തിൽ തള്ളിക്കളയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോ, അദ്ദേഹം ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 1991-കളിൽ ശ്രീ നരസിംഹറാവുവിന്റെ കാലത്ത് ആരംഭിച്ച ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ലളിതവൽക്കരണം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു കുതിച്ചുചാട്ടം. ആ കുതിച്ചുചാട്ടത്തിന് ചേർന്നുള്ള ഒരു വികസനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ഇവിടെ ഇപ്പൊ ഈ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് മന്ത്രി പി രാജീവ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളും തെളിവുകളും അതിനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മന്ത്രി പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, ശരിയാണ് എങ്കിൽ ഈ കാര്യം അത് എൻ്റെ ഒരു സംശയമാണ് സാർ. UN അണ്ടർ സെക്രട്ടറി ആയിരുന്നയാൾ, വിശ്വ പൗരൻ എന്നറിയപ്പെടുന്നയാൾ, തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെയാൾ, കോൺഗ്രസിന് തലയെടുപ്പുള്ള ഒരു നേതാവായി ഉയർത്തിക്കാട്ടാവുന്നയാൾ, ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതി വായിച്ച് ലോകവിവരങ്ങൾ പങ്കിടുന്ന ഒരാൾ പി രാജീവ് പറയുന്നത് അപ്പാടെ വിശ്വസിക്കണോ? അത് വിശ്വസിച്ച് കഥ എഴുത്താണോ അദ്ദേഹത്തിൻ്റെ ജോലി? കണക്കുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വ്യവസായ മന്ത്രിയെ മാത്രം വിശ്വസിക്കുന്നത് എത്രമാത്രം ശരിയാണ്? ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഈ ബജറ്റ് സമയത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, ഞാൻ ഓർത്തു പറയുകയാണ്. അതായത് ഒരു വകുപ്പ് സെക്രട്ടറി പറഞ്ഞതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഒരു പദ്ധതി തുടങ്ങണമെങ്കിൽ പ്രഖ്യാപിച്ച് ഭരണാനുമതി അടക്കമുള്ള എല്ലാ അനുമതികളും കിട്ടി 10-12 മാസം കഴിഞ്ഞാലാണ് അതിലേക്ക് കടക്കാനാവുക എന്ന് ബജറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങൾ ഈ അനുമതികളെല്ലാം നേടിയെടുത്ത ശേഷം ഒരു പദ്ധതിയിലേക്ക് പോവുകയാണ്, 2-3 മാസത്തിനുള്ളിൽ അവർക്കത് ചെയ്തു തുടങ്ങാൻ സാധിക്കുന്നു എന്ന്. അപ്പോൾ വകുപ്പ് സെക്രട്ടറിമാരടക്കം പറയുന്നത് ഇതാണെന്നിരിക്കെ നിങ്ങളുടെ VD സതീശനും കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ എതിർത്തു നടക്കുന്നവരെ പുകഴ്ത്തി കാണിക്കാൻ ശശി തരൂർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് എന്തിനാണ്? അല്ല, അത് ആ കാര്യത്തെക്കുറിച്ച്, ഈ ലേഖനത്തെക്കുറിച്ച് ശശി തരൂർ തന്നെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്
കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പൊതുവായ നയങ്ങളെയോ ഒന്നുമല്ല ഞാൻ പിന്തുണച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി ഏകജാലക സംവിധാനം വഴി 2 മിനിറ്റിനുള്ളിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്നും 2.9 ലക്ഷം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ള വ്യവസായ മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് കേരളത്തിലെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സംരംഭങ്ങൾ കേരളത്തിൽ വന്നിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ഞാനും കൃഷ്ണരാജ് ഇവിടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ഡോക്ടർ ജയരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ കാണണമല്ലോ. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന പഞ്ചായത്തുകൾ, നമുക്ക് ഏറ്റവും ചെറിയ യൂണിറ്റ് എടുക്കാം, പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത്, ഇല്ലെങ്കിൽ ഇന്ന വില്ലേജ് പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൽ ഇത്ര സംരംഭങ്ങൾ വന്നിരിക്കുന്നു, സംരംഭത്തിന്റെ ഉടമകൾ ഇന്ന ആളുകൾ, ഈ ഡേറ്റാസ് പുറത്തുവിടത്തന്നെ. ഇങ്ങനെ 2,90,000 എന്നുള്ള ഒരു കണക്കല്ലാതെ ആ കണക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങളുടെ പേര്, സംരംഭകരുടെ പേര്, ഇതൊന്ന് പുറത്തുവിടട്ടെ. ഇതൊന്ന് പുറത്തുവിട്ടതിന് ശേഷം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഈ 2,90,000 എന്നുള്ളൊരു കണക്ക്, ഒരു എണ്ണം പറഞ്ഞതിന് ശേഷം ഇതെവിടെയാണ്, നമ്മളാരും കാണുന്നില്ലല്ലോ. അത് കാണട്ടെ.